ഒരു പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന ഒരു വിഷയം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നതും ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഓക്കെ, ഹജറ ഹായ്, അസീം ഹായ്. വൈശാഖ് എന്നെ നമസ്കരിപ്പിക്കണ്ട വല്ലാതെ കേട്ടാ. വൈശാഖ് ഈ പേര് വിട്ടുകൊണ്ട് ഫേക്ക് ഐ ഡി ആണ് വന്നിരിക്കുന്നത് എന്നറിയാൻ എനിക്ക് എങ്ങും പോകണ്ട. ഈ ചോദ്യത്തിൽ തന്നെയുണ്ട്. അരുൺ ഫേക്ക് ആണെന്ന് എനിക്കറിയാം. അമ്മയെ നോക്കിയും ചരക്കെന്ന് വിളിക്കുമോ മോനെ? കുഴപ്പമില്ല. അപ്പോ വിവാഹപ്രായം മാറ്റിയ വസ്തുത നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് കുരു പൊട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ കുരുക്കൾ പൊട്ടാനുള്ളതാണ്. ദിവസവും ഞാനായിട്ട് തന്നെ കുറെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് അവസാനിപ്പിച്ച് തരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇത്തരം മതപരമായ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മതത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല, എന്നാലും നിങ്ങൾ വന്ന അഭിപ്രായം എഴുന്നള്ളിക്കാനും തള്ളിമറിക്കാനും ഒരു മടിയുമില്ലല്ലോ. ഇപ്പോഴിതാ സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സായി ഉയർത്തുന്ന ബില്ലാണ് പാസാക്കിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് നിയമസഭയാണ് പാസാക്കിയത്. ലിംഗസമത്വത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2006 ശൈശവ വിവാഹ നിരോധന നിയമം ഹിമാചൽ പ്രദേശ് സർക്കാർ ഭേദഗതി ചെയ്തത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന വർഷകാല സമ്മേളനത്തിലാണ് 18 വയസ്സിൽ നിന്ന് 21 വിവാഹപ്രായം ഉയർത്തുന്ന ബില്ല് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രി ധനിറാം ഷാൻഡിൽ അവതരിപ്പിക്കുന്നത്. ശബ്ദ വോട്ടോടുകൂടിയാണ് ഈ ബില്ല് പാസാക്കിയത് എന്നത് ഈ വസ്തുതയിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം. അതിന് വിവാഹപ്രായം ഉയർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ ബില്ല് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം. അവർക്ക് പഠിക്കാൻ, അവർക്കൊരു തൊഴിൽ നേടാൻ, അങ്ങനെ ഒരുപാട് സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അത്തരം ഒരു സാമൂഹ്യമായ മാറ്റത്തിന് പ്രധാനമാണ് വിവാഹപ്രായം ഉയർത്തേണ്ടതിന്റെ അനിവാര്യത എന്നാണ് ഹിമാചൽ പ്രദേശ് വ്യക്തമാക്കിയത്. എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ്. നേരത്തെയുള്ള വിവാഹങ്ങൾ ഔദ്യോഗിക ജീവിതത്തിന് മാത്രമല്ല, ശാരീരിക വളർച്ചയ്ക്കും തടസ്സമാണ്. ലിംഗസമത്വവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ഉറപ്പാക്കുന്നതിന് പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് 2006 ശൈശവ വിവാഹ നിരോധന നിയമം, മറ്റനുബന്ധ നിയമങ്ങളുമൊക്കെ ഭേദഗതി ചെയ്യാനും പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സായി ഉയർത്താനും ബില്ല് നിർദ്ദേശിച്ചു. ഇതുപോലെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളവും. കേരളത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവും കൂടിയാകുകയാണ് ഹിമാചൽ പ്രദേശ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് എന്നും മുൻപന്തിയിലാണെന്നും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാർട്ടി ഭേദമന്യേയുള്ള പിന്തുണയാണ് ബില്ലിന് ഹിമാചൽ പ്രദേശിൽ ലഭിച്ചത്. വിവാഹപ്രായം ഉയർത്തുന്നത് അനിവാര്യമാണെന്നും സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നുമാണ് BJP MLA റീന കശ്യപ് പറഞ്ഞത്. എന്നാൽ ഈ ഭേദഗതി ബില്ല് വളരെ പ്രധാനപ്പെട്ടതും ചരിത്രപരവുമാണ് എന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ അംഗവും കോൺഗ്രസ് MLAയുമായ
അനുരാധ റാണ അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്ക് അവരുടെ കരിയർ കെട്ടിപ്പടുക്കാനും ശരിയായ പ്രായത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുമെന്നാണ് റാണ പറഞ്ഞത്. അപ്പോ പെൺകുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ കെട്ടിച്ചു വിടുക എന്നതിലുപരി നമുക്ക് ആ പെൺകുട്ടികൾക്ക് വ്യക്തമായ രൂപത്തിൽ ഒരു ഭാവി ഉണ്ടാകണം. അവർക്ക് മെച്ചപ്പെട്ട രൂപത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം. അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ അവർക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടാനും സാധിക്കണം. അതിന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാക്കാൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു നാടിന്റെ പുരോഗതി അവിടുത്തെ സ്ത്രീകളുടെ ക്ഷേമത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു സർക്കാരും ഏതൊരു ജനപ്രതിനിധിയും ഏതൊരു സാധാരണക്കാരനും ഇത്തരം നിയമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അങ്ങനെ അവർക്ക് കഴിയൂ. അപ്പൊ ഈ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു വരുന്നത്. സ്ത്രീകൾക്ക് ഏതൊരു സമൂഹവും അവർക്കുമേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ടുള്ള ചില നിയമങ്ങൾ. പെൺകുട്ടികൾ, നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്ത് ഒരു പെണ്ണ് ജോലിക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അവൾ ഒരല്പം താമസിച്ചാണ് രാത്രി ജോലി, ചിലപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടാകില്ല, അതല്ലെങ്കിൽ ഒരല്പം ജോലി കൂടുതൽ ഉണ്ടാകും ഓഫീസിലെ. ഇനി അതുമല്ല, അവൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി, എന്ത് തന്നെ ആയിരുന്നാലും ശരി, അവളെ കുറിച്ച് നമ്മുടെ സമൂഹം എന്തൊക്കെ അപരാധങ്ങളായിരിക്കും പറഞ്ഞുണ്ടാക്കുക. അപ്പൊ പെണ്ണ് എല്ലായിടങ്ങളിലും പെണ്ണിനുമേൽ ആണുങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ മതനിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം മതങ്ങൾ പെണ്ണിനെ കാണുന്നത് വെറും ഒരു വിൽപ്പന ചരക്കായി മാത്രമാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞത്, ഒരാള് വില പറഞ്ഞുറപ്പിച്ച സാധനത്തിനുമേൽ മറ്റൊരാൾ വില പറയരുത്. മനസ്സിലായോ? ഒരു പെണ്ണിനെ ഒരാൾ വന്ന് പെണ്ണ് കണ്ടുപോയി, അതിനെ ഇനി ഒരാൾ കാണരുത്. ഇനി വില പറഞ്ഞുറപ്പിച്ചു പോയി, അതിൽ തന്നെയുണ്ട് പെണ്ണിന് ഇസ്ലാം നൽകുന്ന മൂല്യം എന്താണ് എന്നത്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് അനിവാര്യമാണ് എന്ന് പറയുന്നത്? അതിനെ പ്രതിഷേധിക്കുന്നത് ആരാണ് എന്ന് മാത്രം നോക്കിയാൽ മതി അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് അവർ ആ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ BJP സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? മോൻ ചത്താലും സാരമില്ല, മരുമകള് വെള്ളസാരി ഉടുത്താ മതി. അത്തരം രീതികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആര് കൊണ്ടുവരുന്നു ഈ നിയമം, ആര് പാസ്സാക്കുന്നു, ആരാണ് ഈ ബില്ല് ഭേദഗതി ചെയ്യുന്നത് എന്നതല്ല ഇവിടുത്തെ വിഷയം. ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? മാറ്റമുണ്ടാകുന്നുണ്ടോ? അടിമ ജീവിതത്തിൽ നിന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു സുരക്ഷയും സ്വയം പര്യാപ്തതയും വരിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനുകൂലിക്കുന്നത്. ഇവിടെ 6-ാം നൂറ്റാണ്ടിന്റെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമുക്കിപ്പോഴും വേണ്ടതെന്നും അതാരെങ്കിലുമാൽ ഹനിക്കപ്പെട്ടാൽ നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അയ്യോ, ഞങ്ങളുടെ മതനിയമങ്ങൾക്ക് എന്തെങ്കിലും പോറല് പറ്റിപ്പോകുമോ,
നമ്മുടെ മതനിയമങ്ങൾ എങ്ങാനും പൊളിഞ്ഞു വീഴുമോ, നമ്മുടെ മതനിയമങ്ങൾ തിരുത്തിപ്പെടുമോ, അങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് ചില ആളുകൾ അസ്വസ്ഥരാകുന്നത്. മതനിയമങ്ങൾ മനുഷ്യനുണ്ടാക്കിയതാണ്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്നതൊന്നുമല്ലല്ലോ. അപ്പോ മുസ്ലിം മതനിയമങ്ങൾ മുഴുവനും ഏക സിവിൽ കോഡ് കൊണ്ട് പൊട്ടിപ്പാളീസായി പോകും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിന്റെ മതനിയമം മാറുന്നതിലുള്ള വ്യഗ്രതയാണോ, അതോ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യലാഭം, ഒരു സ്വാർത്ഥത ഇതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ മാറി വരുന്ന നിയമങ്ങൾ പറയാം. നമ്മുടെ നാട്ടില് ഏക സിവിൽ കോഡ് വന്നാൽ ഇവിടെ നിലവിലുള്ള നിയമത്തിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം. അപ്പൊ ആരെയാണ് ഇത് ബാധിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ ഇത്രമാത്രം എതിർക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒന്ന്, വിവാഹം. വിവാഹപ്രായം എല്ലാവർക്കും ഒരുപോലെ. ബഹുഭാര്യത്വം പറ്റില്ല. ഇതാരെയാ ബാധിക്കുക? കാര്യം മനസ്സിലായില്ലേ? 53 വയസ്സുണ്ടായിരിക്കെ പ്രവാചകൻ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു. അപ്പോൾ പെണ്ണിനോ ആണിനോ പ്രത്യേകമായിട്ടുള്ള ഒരു വിവാഹപ്രായം ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അപ്പോ ആ 6-ാം നൂറ്റാണ്ടിലെ ജീവിത രീതിയാണോ ഇവരിന്ന് ഫോളോ ചെയ്യുന്നത്? പ്രവാചകൻ കാറിൽ പോയിട്ടുണ്ടോ? പ്രവാചകൻ വാട്സപ്പും ഫേസ്ബുക്കും ഗൂഗിൾ മാപ്പും ജീൻസും ഒക്കെ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ? മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ജൂതന്മാരെ അകറ്റി നിർത്തുകയും ജൂതന്മാരെ ശപിക്കുകയും ചെയ്ത അള്ളാഹുവും പടച്ചവനുമൊക്കെ ജൂതന്മാരെ വളർത്താൻ വേണ്ടി ജൂതൻ ഉണ്ടാക്കിയ ഇത്തരം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവോ? ഇല്ല. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? മുറുകെ പിടിക്കുമ്പോൾ അതായത് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പ്രവാചക ചര്യകളെ അനുധാവനം ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ ഇത്തരം സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണോ നിങ്ങൾക്ക് താല്പര്യം? 2, വിവാഹമോചനം. ഇവർക്ക് 4 കെട്ടി 1 ഒഴിവാക്കി തൊലാക്ക് പറഞ്ഞ് അടുത്തൊന്നിനെ കെട്ടിക്കൊണ്ടുവന്ന് ഇനി അതല്ല ഒഴിവാക്കിയതിനെ വീണ്ടും തിരിച്ചെടുക്കണമെന്ന് തോന്നി. ഇതെന്താ കൂട്ടിക്കളിയോ? നമ്മൾ കൂട്ടുകാര് പരസ്പരം വളരെ ചെറിയ പ്രായത്തിൽ തല്ലുകൂടുമ്പോ അവര് നമുക്ക് തന്നതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുത്തതൊക്കെ തിരിച്ചു ചോദിക്കുക എന്നതുപോലെ ഒരിക്കൽ നീ പൊയ്ക്കോ, നിന്നെ എനിക്ക് വേണ്ട, തൊലാഖ്. കുറച്ച് കഴിയുമ്പോ ഞാൻ വെറുതെ പറഞ്ഞത് എങ്ങോട്ട് പോരെ. ഇത്ര കുട്ടിക്കളിയാണോ ജീവിതം? ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹം എന്നത് മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാറെന്നാണ്. ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുക. ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനും പെണ്ണിന്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് ആ കരാറ്, ഒന്നുകിൽ പെണ്ണിന്റെ വാപ്പ, അതല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മാവൻ, കൊച്ചാപ്പ, മൂത്താപ്പ, ആങ്ങള, അവരുമൊക്കെ ആയിട്ടാണ് കരാറുണ്ടാക്കുന്നത്. ഇതൊന്നും നമുക്ക് പറ്റില്ല ഈ കാലഘട്ടത്തില്. അപ്പൊ ത്വലാഖ് എന്ന ഒരു ലളിതമായ പദം പറഞ്ഞ് പെണ്ണിനെ ഒഴിവാക്കണം, ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. കാരണം ഇവിടെ നീതിപൂർവമുള്ള വിവാഹവും വിവാഹമോചനവുമാണ് നടക്കേണ്ടത്. അപ്പൊ ആരെയാണ് ഈ നിയമം ബാധിക്കുന്നത് എന്നൊന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കാം. 3, മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൽ പെണ്ണായി പോയി എന്നതിന്റെ പേരിൽ ആങ്ങളയ്ക്ക് കിട്ടുന്നതിന്റെ പകുതി സമ്പത്ത് മാത്രം കിട്ടുന്നു. അത് പറ്റില്ല. ആണും പെണ്ണും മാതാപിതാക്കൾക്ക് ഒരുപോലെ ആയിരിക്കണം. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ ആണിനും പെണ്ണിനും ഈക്വൽ റൈറ്റ്സ് കൊടുത്താൽ മതി. അപ്പൊ ഇവര് പറയും, അതെ, പെണ്ണിന് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. എവിടെ നിന്ന്? ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനുണ്ടല്ലോ, അവനും അവന്റെ കുടുംബത്തിൽ നിന്നും ഇരട്ടി കിട്ടുന്നുണ്ടെന്ന്. അവർക്ക് സമ്പത്ത് ചിലപ്പം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ മാതാപിതാക്കളുടെ സമ്പത്ത് 1 രൂപയേ ഉള്ളോ, 2 പേർക്ക് 50 പൈസ വെച്ചിട്ട് കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കണം. കാരണം ലിംഗ വ്യത്യാസം അനുസരിച്ച് മാതാപിതാക്കളുടെ സമ്പത്തിൽ ഒരു വിവേചനം ഉണ്ടാകരുത്. ഇഷ്ടം പോലെ കെട്ടാം,
എത്ര വേണമെങ്കിലും കെട്ടാം, 4 നിലവിൽ പറ്റില്ല എന്ന് തോന്നുന്നതിനെ ഒഴിവാക്കാം. ഒഴിവാക്കിയതിനെ തിരിച്ചെടുക്കണമെങ്കിൽ അതുമാകാം. ഇത് ഏതുപോലത്തെയാണ്? ഒരു കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വമല്ലേ ഈ പഠിപ്പിക്കുന്നത്? അങ്ങനെ 4 കെട്ടാനും എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാനും അവരെ ഓട്ടക്കാലണയാക്കി വെറുതെ വിടാനും വിവാഹമോചനം, അനന്തര സമ്പത്ത്, ദത്തവകാശം, ഇതൊന്നും 6-ാം നൂറ്റാണ്ടിന്റെ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കുട്ടിയെ എടുത്തു വളർത്തി, ഇപ്പൊ വയനാട്ടിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ മക്കളില്ലാത്തവർ, മക്കളുള്ളവർ, അവരൊക്കെ ആരോരുമില്ലാത്ത മക്കളിൽ ഒരാളെ ഞങ്ങൾ ദത്തെടുക്കാമെന്ന് പറഞ്ഞു. അത് വളർന്നു വലുതായി 10-22 വയസ്സായപ്പോൾ, അതല്ലെങ്കിൽ 25 വയസ്സായപ്പോൾ അതിനെ പഠിപ്പിച്ച് വലിയ ഒരു യോദ്ധാവാക്കി മാറ്റി. ഒരു കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചു. 28-29 വയസ്സാകുമ്പോൾ ആ പയ്യനെ നമ്മൾ കെട്ടിച്ചു വിട്ടു. ആ പയ്യനെ ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ പറയാണ്, മോനെ, നീ എൻ്റെ വെറും വളർത്തുപുത്രൻ മാത്രമാണ് കേട്ടോ, എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് 1 രൂപ പോലും കിട്ടത്തില്ല. തന്നെയുമല്ല, നീ കെട്ടിയ പെണ്ണുണ്ടല്ലോ, അവൾ ഇന്നു മുതൽ എൻ്റെ ഭാര്യയാണ് എന്ന് വളർത്തു പിതാവ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളല്ലാതെ നമസ്കാരത്തെ ബാധിക്കുന്നില്ല. സക്കാത്തിനെയോ ഹജ്ജിനെയോ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ ഒരു അനുഷ്ഠാനത്തെയോ ഒന്നും ഏക സിവിൽ കോഡ് ബാധിക്കുന്നില്ല. നിങ്ങൾ നമസ്കരിക്കണ്ട, നിങ്ങൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണ്ട, നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, ഇതിനെ ഒന്നും ബാധിക്കാത്ത ഈ വിഷയങ്ങൾ മാത്രമടങ്ങുന്ന പൊതു സിവിൽ കോഡിനെ എന്തുകൊണ്ടാണ് ഇവര് വിയോജിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇതുകൊണ്ട് ആർക്കാണ് കാര്യലാഭം? പെണ്ണിന് വിവാഹമോചനം അങ്ങോട്ട് നടത്താൻ പറ്റില്ല, പുരുഷൻ ഇങ്ങോട്ട് വിവാഹമോചനം നടത്തും. പുരുഷന് 4 കെട്ടാം. നമ്മുടെ മാതാപിതാക്കളുടെ സമ്പത്ത് നമ്മുടെ സഹോദരൻ ഇരട്ടി കിട്ടുമ്പോൾ പെണ്ണായി പോയി എന്നതിന്റെ കാരണത്താൽ പകുതി വാങ്ങി നമ്മൾ പോകണം എന്ന് പറയുന്നത് ഇന്ന് ശരിയല്ല. നമ്മുടെ ചേകനൂർ മൗലവി പറഞ്ഞതുപോലെ, പെണ്ണ് കലപ്പയെടുത്ത് പാടത്തു പണിയെടുക്കുന്ന ദിവസം വന്നാൽ ആണിനും പെണ്ണിനും ഈക്വൽ റൈറ്റ്. ആ കാലഘട്ടത്തിൽ പെണ്ണിന് തൊഴിലുണ്ടായിരുന്നില്ല. പക്ഷെ പ്രവാചകൻ വിവാഹം കഴിച്ചത് ഒരു ബിസിനസ്സുകാരിയെയാണ്, ഖദീജയെ. പിന്നീട് പ്രവാചകൻ അവരെ തളച്ചിടുകയാണ് ചെയ്തത്. അപ്പോ ഖുവൈലിദ് എന്ന് പറയുന്ന പിതാവ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും വന്നു ചേർന്നത് ആരിലാണ്? മകളായ ഖദീജയിലാണ്. അപ്പൊ മാതാപിതാക്കളുടെ സമ്പത്ത് മുഴുവനും മക്കളിൽ വന്നു ചേർന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ വന്നിട്ടാണ് പെണ്ണിന് ആണിനേക്കാൾ പകുതി സമ്പത്ത് എന്ന ഒരു നിയമം തന്നെ കൊണ്ടുവരുന്നത്. അപ്പോ ഏകീകൃത സിവിൽ കോഡിനെ എന്തുകൊണ്ടാണ് വിയോജിക്കുന്നത് എന്നിപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായില്ലേ? ആർക്കാണ് ഇതുകൊണ്ട് മെച്ചമുള്ളത്? ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഇസ്ലാമിലെ വിശ്വാസങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ ഇതിലൊന്നും ഏക സിവിൽ കോഡ് ഇടപെടുന്നതേയില്ല. ഇത് നീതിബോധമുള്ള യുക്തിബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതനിയമവും കാറ്റിൽ പറത്തുന്നുമില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇന്ന് ഈ നിയമങ്ങൾ കാലാനുസൃതമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും 6-ാം നൂറ്റാണ്ടിന്റെ നിയമം മതി എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന സെക്യുലർ പാർട്ടിക്കാർ പോലും മതവിശ്വാസികളുടെ 4 വോട്ടിനു വേണ്ടി BJP ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? BJP കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ? നമ്മുടെ രാജ്യത്തിന്റെ മാറ്റമല്ലേ? അപ്പൊ ഇതിനെ പിന്തുണയ്ക്കാത്ത ആളുകളുടെ പേഴ്സണൽ ലക്ഷ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വ്യക്തമാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനുകൾ, സമ്മേളനങ്ങൾ, സെമിനാറുകൾ, ഒപ്പുശേഖരണങ്ങൾ, പള്ളികളിൽ അതിനെതിരെ കൃത്യമായ രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ, പ്രസംഗങ്ങൾ. ആരാണ് ഏക സിവിൽ കോഡിനെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇവര് ഭയപ്പെടുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ഇത്രയും വസ്തുതകളിലുണ്ട്. ഇത് നടപ്പിലായാൽ ഈ പറഞ്ഞതുപോലെ 9 വയസ്സിലും 18 വയസ്സിലും 17 വയസ്സിലും ഒന്നും പെൺകുട്ടിയെ കെട്ടിക്കാൻ പറ്റില്ല.
നമുക്കറിയാം, ഇപ്പോൾ ഊളത്തായി പറഞ്ഞ വയനാടിന്റെ ഒരു വിഷയം നമുക്കറിയാം. ബീഫ് ഫെസ്റ്റ് നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ പന്നി ചലഞ്ച് നമുക്ക് പറ്റില്ല. നായകളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ, മനുഷ്യന്മാരെ, അവർ മുസ്ലിങ്ങളല്ലേ, കുഴപ്പമില്ല. പന്നി തിന്നുന്ന ആളുകൾ, പാമ്പിനെ തിന്നുന്ന ആളുകളൊക്കെ ഇന്ത്യൻ ആർമിയല്ലേ, മുസ്ലിം സ്ത്രീകളൊക്കെ ആ മയ്യത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടാകില്ലേ, അവരുടെയൊക്കെ ശരീരം തൊടാൻ പാടുണ്ടോ? ഹറാമല്ലേ? അതൊന്നും ആ സമയത്ത് കുഴപ്പമില്ല. അപ്പൊ അവിടെ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഹറാമും ഹലാലിന്റെയും പാറ്റന്റ് അതൊന്നും നമുക്ക് വിഷയമല്ല. രണ്ട് കാലിലൊന്നും നിൽക്കട്ടെ, എന്നിട്ട് വേണം മതം എടുത്തണിയാൻ. സ്കൂളുകളിൽ മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ പറ്റുമോ? ഏയ്, പറ്റില്ല. നമുക്ക് 6-ാം നൂറ്റാണ്ടിന്റെ മതം പഠിപ്പിച്ചാ മതി. ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിയ മനുഷ്യന്റെ കൈവെട്ടണോ, കാല് വെട്ടണോ, തല വെട്ടണോ എന്നതാണ് ചർച്ച. എന്താണെങ്കിലും വെട്ടുറപ്പ. മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, രോഗങ്ങൾ വന്നാൽ, ഗർഭസംബന്ധമായി എന്തെങ്കിലും രോഗം വന്നാൽ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം. അല്ല സുഹൃത്തെ, 9 വയസ്സിലെ ഇറാഖിലെ വിവാഹപ്രായമാണ് ഈ കേരളത്തിൽ, ഈ സ്വതന്ത്ര ഭാരതത്തിൽ വരേണ്ടത് എന്ന് പറയുന്ന നിങ്ങൾ 9ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിടുന്ന ഒരു പെൺകുട്ടി 10ാമത്തെ വയസ്സിൽ ഉമ്മയാകുന്നു. പിന്നെ ഏത് ലേഡി ഡോക്ടറെ കാണുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? പഠിക്കണ്ടേ ഡോക്ടറാകാൻ? ഓണം ആഘോഷിക്കരുത്, ഓണസദ്യ ഉണ്ണാൻ പാടില്ല, ഓണക്കിറ്റ് ഞങ്ങൾക്ക് വേണം. ഓണത്തിനോടനുബന്ധിച്ചിട്ട് ബോണസോ അലവൻസോ അവധിയോ അതൊക്കെ ഞങ്ങൾക്ക് വേണം. അതൊക്കെ വേണ്ടെന്ന് പറയാൻ പറ്റണ്ടേ? ക്രിസ്മസ് പിഴച്ചുപെറ്റ യേശുവിന്റെ ജനനമാണ്, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുമോ? അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ കൊണ്ടുതരാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ എന്തുണ്ട് നിങ്ങൾക്ക് മറുപടി? നിങ്ങൾ പിതാവാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് 2.5 വർഷം കഴിയുമ്പോഴാണ് ആമിന മുഹമ്മദ് എന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അപ്പോൾ ആരാണ് പിതാവ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരണ്ടേ? ക്രിസ്മസ് സ്റ്റാർ തൂക്കരുത്, ഓണസദ്യ കഴിക്കരുത്, ക്രിസ്മസിന് വിഷു ചെയ്യരുത്, ബർത്ത്ഡേ സെലിബ്രേഷൻ പാടില്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പാടില്ല, സിലബസിലെ കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കരുത്, ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ പഠിപ്പിക്കണ്ട, ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയിരുത്തി പഠിപ്പിക്കണ്ട, കഷ്ടപ്പെട്ട് പഠിച്ച് സമർത്ഥമായി വിജയിച്ചതിന്റെ പേരിൽ പോലും തനിക്ക് അർഹതപ്പെട്ട ഒരു ക്യാഷ് പ്രൈസ്, ഒരു അവാർഡ്, ഒരു പുരസ്കാരം വാങ്ങാൻ പെണ്ണ് സ്റ്റേജിലേക്ക് വരരുത്. പെണ്ണ് ഇസ്ലാമിക മതനിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള കിതാബ് എന്ന് പറയുന്ന നാടകം നമുക്ക് പാടില്ല. പക്ഷെ നമ്മൾ കലോത്സവത്തിന് പേരിടും, ഇന്തിഫാദ, സായുധ കലാപം. നമുക്കതൊക്കെ പറ്റും. കാരണം എന്താ? പെണ്ണ് ബാങ്ക് വിളിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ 72 ഹൂറികളില്ലേ? ഇതൊന്നും ചോദിക്കുന്ന രൂപത്തിൽ നാടകങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കരുത്. സ്കൂളിന്റെ സമയം മാറ്റരുത്, കാരണം ഞങ്ങൾക്ക് മദ്രസയുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തരുത്, കാരണം ഞങ്ങളുടെ കുട്ടികൾ വീട്ടിലിരുന്ന് പേറുയന്ത്രമായി പോകും, ഗർഭിണികളായി പോകും, മക്കൾ വഴി പഴച്ചു പോകും. അവയവദാനം ചെയ്യാൻ പാടില്ല, ഏവൻ്റെത് വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചോളാം. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് യഥേഷ്ടം കെട്ടാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല. മാതാപിതാക്കളുടെ സമ്പത്തിൽ നിന്ന് പെണ്ണിന് എന്തെങ്കിലും പിച്ചത്തുട്ട് കൊടുത്തിട്ട് ബാക്കി അപഹരിക്കാൻ പറ്റില്ല. ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്കിനിയും സ്കൂളിൽ നമസ്കരിക്കാൻ ഒരു റൂം വേണം, ഒരു പള്ളി റൂം വേണം. നമസ്കാര കുപ്പായം ആ മുറിക്കകത്ത് സൂക്ഷിക്കപ്പെടണം. അതിനകത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇരുന്ന് ഖുർആൻ ഓതാനുള്ള സൗകര്യങ്ങൾ വേണം. വെള്ളിയാഴ്ച ദിവസം ബാങ്കുമായി കൊള്ളട്ടെ, കുത്തുബയുമാകട്ടെ, ക്രമേണ പുറത്തുനിന്ന് ആളുകളൊക്കെ അതിനകത്ത് വന്ന് നമസ്കരിച്ചോട്ടെ. പിന്നീട് നമുക്ക് നിർമ്മല എന്നുള്ളത് മാറ്റി ആയിഷ എന്നാക്കിയ സ്ഥാപനത്തെ തന്നെ മതവൽക്കരിക്കാം. ഇനിയും സ്റ്റുഡൻസിന്റെ പോലീസ് കേഡറ്റ്സ് ഉണ്ടല്ലോ, SPC, NCC, അതില് ഹിജാബ് വേണം ഞങ്ങൾക്ക്. ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം വേണം, ഞങ്ങൾക്കത് അനുവദിച്ച് കിട്ടണം. പർദ്ദ എന്ന് പറയുന്ന കവിത ഇവിടെ പറ്റില്ല. കുടുംബശ്രീക്കാര് അവര് ആവശ്യപ്പെടുന്നു പെണ്ണിനും ആണിനും ഈക്വാലിറ്റി. പാടില്ല, പെട്ടെന്ന് ഗാനം നിങ്ങൾ അങ്ങ് പിൻവലിച്ചോ. ശരിയെന്നാ, ഞങ്ങൾക്ക് ഹലാൽ ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് അതേ പറ്റൂ. വയനാട് ഉരുൾപൊട്ടലിലെ മരിച്ച മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊന്നും രക്ഷപ്പെടില്ല.
എത്ര നന്മ ചെയ്തവരാണെങ്കിലും ശരി, അവരുടെ സമ്പത്തൊക്കെ വിഹിതം വെച്ചു കൊടുത്ത ഏത് ഗോപാലൻ നായർക്കും രക്ഷയില്ല. അറ്റമുറിച്ചില്ലല്ലോ, അവര് നരകത്തിലേക്കായിരിക്കും പോകുന്നത്. ഇതൊക്കെ ഇന്ന് ഈ കേരളക്കരയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന, വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങളാണ്. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്, ആ മദ്യപിക്കൽ കാരുണ്യമാണ്. പ്രവാചകൻ അത് ചെയ്തെങ്കിൽ അത് ശരിയാണ്. പ്രവാചകന്റെ അവിഹിതം ഭാര്യ തന്നെ പിടിച്ചിട്ടുണ്ട്, പ്രവാചകനാണത് ചെയ്തതെങ്കിൽ അത് കാരുണ്യമാണ്. 1000 പേരുടെ തലകളിന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ ഒരു കാരുണ്യമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സംഗീതം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ്. നമ്മൾ ആസ്വദിക്കാറില്ലേ സംഗീതം? സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ചു തരാമെന്ന് ബാലുവണ്ണൻ. പെണ്ണിനെ ജോലിക്ക് വിടരുതെന്നും പെണ്ണ് ജോലിക്ക് പോയതാണ് ഈ സമൂഹത്തിലുണ്ടായ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം. എന്തൊക്കെ തിട്ടൂരങ്ങളാണ് ഒരാധുനിക മതേതര ബഹുസ്വര സമൂഹത്തില് ഇവർ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം മതത്തിന്റെ പേരില് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒരു മതേതര സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുവാണ് ഇവര്. ഭയക്കണം ഇസ്ലാമിനെ, അത് ഫോബിക് അല്ല, ഫിയറാ. ഫോബിക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ഭയപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫോബിക് എന്ന് പറയുക. ഹൈഡ്രോഫോബിയ, വെള്ളം കണ്ടാൽ പേടിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഇസ്ലാമോ ഫിയർ ആണുള്ളത്, ഇസ്ലാമോഫോബിക് അല്ല. ഇത് ഇസ്ലാം എന്ന ഐഡിയോളജി എന്താണ് എന്ന് പ്രാഥമികമായി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് 6ാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് ഇന്ന് കാലം തിരുത്തപ്പെടുന്നത്. ഇന്ന് കാലം നമ്മോട് കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സമൂഹത്തില് വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നിടത്തോളം കാലം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എത്രയോ മേഖലകളിൽ അവരുടെ കഴിവും നൈപുണ്യവും തെളിയിക്കേണ്ടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും പേര് യന്ത്രമായി വീട്ടിനകത്തുണ്ട്, അടുക്കളയ്ക്കകത്തുണ്ട്. എന്തെല്ലാം സാധ്യതകൾ ഉണ്ടായിരുന്നു. എത്ര PT ഉഷമാർ നമ്മുടെ മുസ്ലിം സമുദായത്തിനുണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? ജെട്ടിയിട്ടോടാനോ ഈ മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് സാനിയ മിർസ ഇത്രയും വലിയ അച്ചീവറായി മാറിയത്. നമ്മുടെ ജീവിതത്തിലേക്ക് മതം എന്ന കനലിനെ കോരിയിടുകയാണ് ചെയ്യുന്നത്. അത് പരിഷ്കരിക്കേണ്ടുന്ന സമയങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോ ഏത് പ്രായത്തിലാണ് ഒരു പെണ്ണ് വിവാഹിതയാകേണ്ടത്? ഇന്ത്യയില് വിവാഹപ്രായം മാറ്റി 18 നിന്നും പെൺകുട്ടികൾക്ക് 21 മാറ്റിമറിച്ച ഒരു 11കാരിയുടെ ചരിത്രമുണ്ട്. നരേന്ദ്രമോദി ഈ നിയമം മാറ്റിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് 2 ചങ്കുണ്ടെന്നൊന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ ഹൃദയം തന്നെയാണ്. നരേന്ദ്രമോദി നമ്മളുമായി പങ്കുവെക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് ആ വിഷയത്തിൽ. 11കാരിയുടെ കെട്ടുപോയ ജീവിതത്തിന്റെ കരിഞ്ഞുപോയ ചിറകിന്റെ കഥകൾ. ചില ആളുകളെ ഈ ലൈവിൽ വരുന്നത് ഒരു മനുഷ്യന്റെ ആകാര ഭംഗി നോക്കാനാണ്. അവരുടെ കണ്ണെങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, ചുണ്ട് എങ്ങനെയാണ്, കവിളെങ്ങനെയാണ്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോടാ? നിന്റെ പടച്ചൂന് മര്യാദയ്ക്ക് സൃഷ്ടിക്കാൻ അറിയാത്തതിന്റെ തകരാറാണ്. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ ആകാരം കൊടുത്ത് സൃഷ്ടിക്കേണ്ടതിന് പകരം അള്ളാഹു വ്യത്യസ്തമായ ആകാരം കൊടുത്തതല്ലേ. നമ്മൾ ആരെങ്കിലും നമ്മുടെ മാതാവിന്റെ വയറ്റിനകത്ത് വെച്ച് എനിക്ക് ഈ രൂപത്തിലുള്ള അംഗലാവണ്യമാണ് വേണ്ടത്, എന്റെ പല്ല് എങ്ങനെയായിരിക്കണം, എന്റെ മൂക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചിട്ട് വന്നവരാണോ? ആണോ? അപ്പോ നിയാസെ, നിന്റെ വാപ്പായെ വിളിക്കുന്ന തെണ്ടി വിളി നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ വാപ്പായെ പോലൊരു തെണ്ടിയുടെ മകനായ തെണ്ടി ആയതുകൊണ്ടാണ്
നിനക്കിങ്ങനെ വന്ന് വിളിക്കേണ്ടി വരുന്നത്? നിയാസ് നിജൂൻ എന്ത് ഉളുപ്പ്? ഉളുപ്പുണ്ടെങ്കിൽ അവൻ വന്ന് ഇവിടെ പറയില്ലല്ലോ. ഒരു ഐഷ വന്നിട്ടുണ്ട്. ആദ്യം എല്ലാം ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വന്നിരുന്ന് പറയും. വെറും ഒരു കണ്ടന്റായിട്ട് മതങ്ങളെ പറ്റി ചെയ്താൽ ഇതിനെ നിങ്ങൾ തന്നെ അനുഭവിക്കും. ഐഷ, ഇതിനകത്ത് എന്താണ്? ഇത് തന്നെയാണ് റിസർച്ച്. ഞാൻ ഈ വിഷയം പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഏക സിവിൽ കോഡിന്റെ വിഷയങ്ങളൊന്നും നീ കേട്ടില്ല മോളെ. യോനി കൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകില്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന്. തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്ക്. എന്തുകൊണ്ടാണ് വിവാഹപ്രായം മാറ്റുന്നത്? നിന്റെ മകൾക്ക് 18 വയസ്സേ ഉള്ളെങ്കിൽ നീ കെട്ടിച്ചു കൊടുത്തോ. നിനക്ക് 18 വയസ്സാകുമ്പോൾ നീ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഞാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ വന്നിട്ട് കണ്ടമാനം അനാവശ്യങ്ങൾ പറയുന്നത്. എന്നിട്ട് വിഷയത്തെക്കുറിച്ച് പഠിച്ചു പറയാൻ അവരെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതിലെ തെറ്റുകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്നും 21 വയസ്സിലേക്ക് ഉയർത്തി. കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമ ഭേദഗതി നിലവിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ BJP നടപ്പിലാക്കുന്നതാണോ? അയ്യോ, അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? സോഷ്യൽ മീഡിയയിൽ മുഴുവനും നമ്മുടെ സെക്യുലർ പാർട്ടിക്കാർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ 19, 20, 21, 3 വർഷം ആകുമല്ലോ ഇനിയും സെക്സ് ചെയ്യാൻ. ലിംഗം ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ചാൽ മതി. തലച്ചോറ് കൊണ്ടാണ് ഈ വിഷയത്തെ ചിന്തിക്കേണ്ടത്. നമുക്കാകെ ലൈംഗിക ഉദ്ധാരണത്തെ കുറിച്ച് മാത്രമാണ് ചിന്ത. എങ്ങനെയാണ് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കുക, എവിടെയാണ് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കുക എന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് വിവാഹം കഴിക്കുക എന്നാൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം സെക്സ് ആണ് എന്ന് ചിന്തിക്കുന്നത് ലിംഗ ചിന്തയാണ്. 6-ാം നൂറ്റാണ്ടിലെ സാഹിത്യങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം ചെറിയ പ്രായം മുതലേ മദ്രസകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിജ്ഞാനം ഇത് തന്നെയാണ്. 18 വയസ്സാണ് ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാനുള്ള പ്രായമെന്നും നിയമപരമായി എന്ത് കാര്യവും ചെയ്യാൻ ഒരാൾക്ക് അനുമതി ഉണ്ടാകാനുള്ള പ്രായം അതാണ് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് അവിടെയും സെക്സ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? 18 വയസ്സ് കഴിഞ്ഞാലും ഇനി 3 വർഷം കൂടെ ആകുമല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? 6 വയസ്സോ? ഇവരുടെ ഈ മുതലക്കണ്ണീര് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർക്ക് വിവാഹം എന്തിനാണെന്നറിയില്ല, വിവാഹപ്രായം കൂട്ടിയത് എന്തിനാണെന്നും അറിയില്ല. ഇവര് ഏത് രൂപത്തിലുള്ള ഫിലോസഫി? 6-ാം നൂറ്റാണ്ടിന്റെ മുഹമ്മദീയൻ എന്ന ഗോത്ര ചിന്താഗതിയെയാണ് ഇവരിവിടെ ഒരു പുരോഗമന സമൂഹത്തിന്റെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇറാഖിലെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകുക. 18 വയസ്സിൽ നിന്ന് നേരെ 9 വയസ്സിലേക്ക് മാറ്റിയപ്പോൾ ഇറാഖിലെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ എന്തുവാ സമൂഹത്തിൽ ലക്ഷ്യം വെക്കുന്നത്? ഇവിടെ നമ്മുടെ പുലിയാർ കാസിമി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആരാണ് ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് അപമാനം പറയുന്നത്? എടാ, ആരെങ്കിലും ചെറിയ പ്രായത്തില് 10-ാമത്തെ വയസ്സിലല്ലേ വിവാഹബന്ധം പുലർത്തിയത്? ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ചിട്ട് എന്താണ് ഇവർ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റെഫറൻസ് വേണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പുലിയാർ കാസിമി പറയുന്നതാണ്. അപ്പൊ കിട്ടുന്നില്ല.
നിങ്ങൾ എന്ത് അപരാധമാണ് ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നത്? വാട്ട്സ് ഗുഡ് ഗെയിം, വിച്ച് ഗുഡ് ഗെയിമിങ്, ഓക്കെ, വിച്ച് ഗോഡ് ഗെയിമിങ് വൈറ്റി അല്ലേ? ഉമ്മാടതും പൊളിയായിരിക്കുമോടാ, നീയല്ലേ മോനെ, ഉറപ്പായിട്ടും പൊളിയായിരിക്കും. ഉമ്മായിക്കുമില്ലേ മൂലകൾ 2 നിന്നെ പോലെയുള്ള മക്കളാണുള്ളതെങ്കിൽ അത് അന്ന് തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ടാവും. വീട്ടിലിരിക്കുന്ന തള്ളമാരെയും തന്തമാരെയും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ജലീല് വെച്ച ആളല്ല ഞാൻ കേട്ടോ. വീട്ടിൽ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന സ്ലാങ്ങുമായിട്ട് ഇങ്ങോട്ട് വന്നാലേ ആട്ടിച്ച് ഷേപ്പ് ചെയ്യാൻ തിരിക്കും. വീട്ടിലെ പെണ്ണുങ്ങളെ ചൂണ്ടി നിർത്തിയിട്ടുള്ള സംസ്കാരമാണ് നിനക്കൊക്കെ. എല്ലാവരും അങ്ങനെയല്ല. ഏത് പെണ്ണിനെ കണ്ടാലും ആദ്യം മോറ് കാണണം, പിന്നെ മാറ് കാണണം, പിന്നെ ഡാഷ് കാണണമെന്നൊക്കെ നിന്റെയൊക്കെ ലിംഗ ചിന്തയുണ്ടല്ലോ. നല്ല അടി കിട്ടി പുറം പൊളിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ആ ചെറിയ പ്രായത്തിൽ കട്ട് ചെയ്തതേ ഒരല്പം കൂടി കേറ്റി കട്ട് ചെയ്തിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നിനക്കൊക്കെ. ഒന്നാമത്തെ കാര്യം, നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകി, പൊതുബോധം നൽകി, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള രൂപത്തിലുള്ള പഠനം, എക്സ്പീരിയൻസ് പകർന്നു കിട്ടേണ്ടത് വീടുകളിൽ നിന്നാണ്. അത് കിട്ടാത്ത തകരാറാ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നിന്റെയൊക്കെ വീടുകളിലെ സംസ്കാരമാണിത്. ഉമ്മ മുറ്റമടിച്ചോണ്ട് നിന്നാലും നൈറ്റി പൊക്കി കുത്തുന്നുണ്ടോ, തൊടഭാഗം കാണുന്നുണ്ടോ? പെങ്ങള് മുറ്റമടിച്ചോണ്ട് നിന്നാലും തുണി ഒരൽപ്പം താഴുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന നിന്റെയൊക്കെ ലിംഗ ചിന്തകളുണ്ടല്ലോ, അതിന് അടി കിട്ടി പൊളിയാത്ത തകരാറാണ്. അത് അടി തന്നു വളർത്തേണ്ടുന്ന നിന്റെ വാപ്പമാര് മോശക്കാരായതുകൊണ്ടാണ് നീയൊക്കെ അങ്ങനെ ആയത്. ജലീലെ, ആദ്യം നീ അങ്ങ് പൊയ്ക്കോടാ. നീ ഇതിനകത്ത് നിന്നിട്ട് മറ്റുള്ളവരോട് ഈ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യം എന്താണ്? ആദ്യം നീ പഠിക്ക്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ പഠിപ്പിക്കാം കേട്ടോ. അപ്പോ ഇവിടെ എടാ, നിന്നെ ആരാടാ പേടിപ്പിക്കുന്നേ? നിന്റെ വാപ്പ വിചാരിച്ചിട്ട് ഒരു പക്ഷെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിന്റെ വാപ്പായെ നല്ല മനുഷ്യനാക്കാൻ ആ മനുഷ്യന്റെ വാപ്പ വിചാരിച്ചിട്ട് മതിയായിട്ടുണ്ടാവില്ല. പിന്നാണോടാ ജലീലെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ, പേടിപ്പിക്കാൻ? ആരെ കൊണ്ടും പറ്റില്ലടാ. ആർക്കാ പറ്റുക നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ? ഇത്രയും തെങ്ങ് പോലെ വളർന്നിട്ട്, പോത്തുപോലെ വളർന്നിട്ട്, ഈ പ്രായത്തിൽ പോലും ഒരു സമൂഹത്തിൽ ഒരു പെണ്ണ് ലൈവിട്ടാൽ നിന്റെ മോല പൊളിയാണ് എന്ന് പറയാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരമാണ്. വാപ്പ ഉമ്മായോട് പറയുന്നത് നീ കേട്ടിട്ടുണ്ട്, നിന്റെ വാപ്പ പെൺമക്കളോട് പറയുന്നത് നീ കേട്ടിട്ടുണ്ട്, നീ നിന്റെ പെങ്ങന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇത്. അതുകൊണ്ടാണ് പുറത്തു വന്ന് നിനക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നത്. എനിക്ക് നിന്നെ പോലെ 6 ആണുങ്ങള് ആങ്ങളമാരായിട്ടുണ്ടായിരുന്ന പെങ്ങളാ ഞാൻ. 6 ആങ്ങളമാരുടെ പെങ്ങളാ ഞാൻ. എൻ്റെ ആങ്ങളമാരാരും ഇതുപോലെ ഒന്നും പെരുമാറി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തെന്നറിയാമോ? നല്ല വാപ്പാടെ മക്കളായതുകൊണ്ടാണ്. ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ ആരോട് എന്ത് എങ്ങനെ പഠിപ്പിക്കണം, പെരുമാറണം, അതൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇത്തരം കൾച്ചറില്ല. ഇന്നും എൻ്റെ 50 വയസ്സുള്ള സഹോദരൻ ഞങ്ങളുടെ വീട്ടിനകത്ത് മുണ്ട് മടക്കി കുത്താറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ചെറിയ പ്രായത്തിലെ ശീലിച്ചു വന്നത്. അന്ന് ബെർമുടയില്ല, അന്ന് പാൻറില്ല, ഈ 3/4 കോപ്പും ഒന്നും അന്നില്ല. അന്ന് വാപ്പച്ചി പഠിപ്പിച്ച പാഠമാ ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ആരും. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത്രമാത്രം ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ഒലിപ്പിച്ചുകൊണ്ട് ചെല്ലത്തില്ല. കളി തരുമോ, അതൊന്ന് കാണിച്ചു തരുമോ, ഇതൊന്ന് കാണിച്ചു തരുമോ, അങ്ങനെ അങ്ങ് മുട്ടി നിൽക്കുവാണോടാ നീയൊക്കെ? ടാറിട്ട റോഡിൽ കൊണ്ടുപോയി ഒരക്കടാ. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് തീരട്ടെ. ജലീൽ എന്ന പേരുമിട്ട് വേറൊരെണ്ണം വന്നേക്കുക, കൗബോയ്. ഉമ്മായെ പൊളിച്ചു കഴിഞ്ഞു, സ്വന്തം ഉമ്മായെ പൊളിച്ചു കഴിഞ്ഞു, പെങ്ങന്മാരെയും പൊളിച്ചു കഴിഞ്ഞു.
ഇനി പെൺമക്കളെ നോക്കുക. മക്കൾക്ക് മുട്ടിലിഴയുന്ന പ്രായമായി കഴിഞ്ഞാൽ അടുത്ത മക്കളെയും പൊളിക്കണം. ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഇവരെയൊക്കെ നിരത്തി നിർത്തി സൂന വെട്ടിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഓരോന്ന് കേറി വരും. ഇവരുടെയൊക്കെ കൾച്ചറാണിത്. ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഒരു മഹാവ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ആ പ്രവാചകൻ 9ാമത്തെ വയസ്സിലാണോ 10ാമത്തെ വയസ്സിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ 6 വയസ്സുള്ള കുട്ടിയെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത്. 9 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയുമായി ഈ 59കാരൻ വിവാഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. 10ാമത്തെ വയസ്സിൽ ലൈംഗിക ബന്ധം പുലർത്തി എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഭൂമിയിൽ വച്ചേക്കാൻ പാടുണ്ടോ? ഇല്ലേ? എത്ര ക്രൂരനായ മനുഷ്യനായിരിക്കും ആ മാനവരിൽ മനോഹരൻ. ഈ മഹോന്നതന്റെ 1ാമത്തെ ഗുണം തന്നെ 6 വയസ്സുള്ള കുഞ്ഞിനെ കണ്ട് കെട്ടാൻ മോഹമുദിച്ചതും 9 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞുമായി ഈ 59കാരൻ വിവാഹം കഴിച്ചതുമാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാണ്. 56 വയസ്സിൽ. കാരണം 6 വയസ്സിലായിരുന്നു ഈ കുഞ്ഞിനെ വിവാഹം കഴിച്ചത്. 9 വയസ്സ്. 6 വയസ്സിൽ പ്രവാചകൻ ഈ കുഞ്ഞിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ 53 വയസ്സ്. വീണ്ടും 3 വർഷം കൂടെ കാത്തിരുന്നല്ലോ, 9 വയസ്സിലല്ലേ. അപ്പൊ പ്രവാചകൻ 56 വയസ്സും ആയിഷയ്ക്ക് 9 വയസ്സും. കൊള്ളാം. ഇതൊന്നും വിവാഹമെന്നല്ല പേര് പറയേണ്ടത്. ഇതൊക്കെ കാമഭ്രാന്താണെന്നേ പറയാൻ പറ്റൂ. ആ പ്രാകൃത സ്വഭാവമുള്ള ചെറിയ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത പീഡോഫീൽ എന്നൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അക്ഷരം തെറ്റാതെ വിളിക്കാം. ഇതൊരു തരം മനോരോഗമാണ്. ഈ മനോരോഗിയായ ഈ മനുഷ്യന്റെ ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ഈ പിൻഗാമികൾ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ രീതിയാണത്. ഇറാഖിൽ കണ്ടില്ലേ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി. അതിനെ കേരളത്തിലിരുന്ന് ഒരു കൂട്ടം പുരോഗമനക്കാർ വാദിക്കുന്നു, ന്യായീകരിക്കുന്നു. അവരും പീഡോഫീലുകളാണ്. ഇറാഖിലെ മനുഷ്യരും കേരളത്തിലെ മനുഷ്യരുമൊക്കെ ശിശുരതിയുടെ ഫാൻസായി മാറുന്നത് ജനിതക വൈകല്യമാണോ, അതോ അവരുടെ മതചിന്തകളിൽ നിന്നും ഉത്ഭവിച്ച മതപരമായ വൈകല്യമാണോ, അതോ വിശ്വാസ പ്രമാണങ്ങളുടെ അപര്യാപ്തതയാണോ? ലോകത്തിന് മുഴുവനും മാതൃകയാണ് എന്ന് കാണിച്ച ഒരു പ്രവാചകൻ കാണിച്ചു കൊടുത്തതാ. അദ്ദേഹത്തിന്റെ മാതൃകകളാണ് ഇവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകന്റെ ജീവിതചര്യകളെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നരകത്തിൽ കിടന്ന് നിത്യമായി വെന്തുരുകും എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ മതത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുമോ? നിങ്ങൾക്ക് 6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ 53കാരൻ വന്ന് വിവാഹം ആലോചിച്ചാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ എന്തു പറയും? ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണിത്, അതുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യകളാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുമോ? ആറാം എന്ന് പറയുന്നവനൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6 വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാം. 6 വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10 വയസ്സിലാണല്ലോ. സാധാരണഗതിയില് എല്ലാ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും 9 വയസ്സാണ്. തൽക്കാലം ഉസ്താദിന്റെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് 1 വയസ്സൊന്ന് കൂട്ടി, കുഴപ്പമുണ്ടോ? 1 വയസ്സൊന്ന് കൂട്ടി അത് തൽക്കാലം ഒരു 10 വയസ്സിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ, അദ്ദേഹവും അത് തൽക്കാലം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് പോലെ ഒന്ന് മാറ്റി. ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിലെ വിവാഹപ്രായമുണ്ടല്ലോ, അതിനനുസരിച്ച് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവാഹപ്രായം 21 വയസ്സായതുകൊണ്ട് തൽക്കാലം കക്ഷി 21 വയസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇറാഖിൽ 18 വയസ്സിൽ നിന്ന് 9 വയസ്സിലേക്ക് കൊണ്ടുവന്ന വിവാഹപ്രായം എന്തുകൊണ്ട് ഇന്ത്യയിലും 9 ആക്കാൻ പാടില്ല എന്ന ചർച്ചയിലാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ.
ലിബറലിസ്റ്റുകൾ, സെക്യുലർ പാർട്ടിക്കാരുടെ വക്താക്കൾ. ജലീലിന് കിട്ടിയതൊന്നും പോരടാ. കിട്ടിയതൊന്നും പോരെ? നിന്നെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു വിടണോ? നിന്റെ അനാവശ്യങ്ങളൊന്നും എഴുതി വെക്കാനുള്ള സ്ഥലമല്ല ഇത് കേട്ടോ. ഇതിനകത്തെ പെർമനന്റ് ആയിട്ട് എനിക്ക് നിന്നെയൊക്കെ ഒഴിവാക്കാനും അറിയാം. സഹി കെടുമ്പോഴേക്കാണ് ഓരോന്നിനെയും ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടുന്നത്. ഇപ്പോ ഇവര് വിചാരിക്കുന്നത് സെക്സ് മാത്രമാണ് ലൈഫ്. 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിനെയും വീട്ടിലിരുന്നിട്ട് വഴിതെറ്റിപ്പോകുമോ? മുത്തലാഖ്, അതായത് ഭർത്താവിന് എപ്പോ പറ്റത്തില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഭാര്യയെ വിവാഹമോചനം നടത്താനുള്ള മുത്തലാഖ് അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ മക്കൾ ആത്മഹത്യ ചെയ്യപ്പെടും, കൊലപാതകം ചെയ്യപ്പെടുമെന്ന് വാദിച്ച മുസ്ലിം പുരോഹിതന്മാർ അഫിഡവിറ്റ് കൊടുത്തതാ കേന്ദ്രത്തിന്. പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടും, അത്രയ്ക്ക് ഇവർക്ക് ഒതുക്കിയേ പറ്റൂ പെണ്ണിനെ. അപ്പോഴും ഇവർ കാലന്മാരുടെ കൂടെയല്ലേ നിൽക്കുന്നത്, വേട്ടക്കാരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹമോചന നിയമം പുരുഷന് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നത് നിങ്ങൾ കാണേണ്ടി വരുമെന്ന്. മര്യാദയ്ക്ക് ഇവരെ ഒഴിവാക്കാനുള്ള നിയമം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ ഇവരെ ഞങ്ങൾ കൊല്ലുമെന്ന്. ഒരു രാജ്യത്തിന്റെ നിയമത്തെ ഇവര് ചലഞ്ച് ചെയ്യാണ്. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് സ്വതന്ത്ര ഭാരതമാണ്. 18 വയസ്സിലാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത്. വീണ്ടും 3 വർഷം കൂടി കാത്തിരുന്നാലേ അവർക്ക് സെക്സ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരുതലുകളല്ല തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ അതിനകത്ത് കാണുന്നത്. ഇവിടെ രസകരമായ വസ്തുത, ഒരു കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 15-ഉം പുരുഷന്മാർക്ക് 18-ഉമായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധർണകളും ഹർത്താലുകളും പ്രതിഷേധ പരിപാടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ടുള്ള ഇന്ത്യയെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞങ്ങ് പേടിപ്പിക്കല്ലേ. പുരുഷന്റെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നില്ല അന്നും ഇന്നും എന്നും ചർച്ച. സ്ത്രീയുടെ വിവാഹപ്രായത്തെ കുറിച്ചിട്ടായിരുന്നു പലർക്കും ആകുലതകൾ ഉണ്ടായിരുന്നത്. ഇന്നും അതെ, സ്ത്രീകളുടെ വിവാഹപ്രായം 18 ആക്കുവാണോ, കുറച്ചും കൂടെ മൂക്കണ്ടേ എന്നാണ് നമ്മുടെ പുലിയാർ കാസിമി ചോദിച്ചത്. 18 ആയാൽ മൂക്കത്തില്ല, 21 ആയാലേ മൂക്കത്തുള്ളൂ എന്ന്. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ശൈലി നമ്മൾ കേട്ടില്ലേ. സ്ത്രീകളുടെ പ്രായപരിധി ഉയർത്തിയ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്ത് ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട്. ആരേത് രൂപത്തിൽ എതിർത്താലും അവരെ സോഷ്യൽ മീഡിയ തന്നെ അലക്കി വെളുപ്പിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. 18-ഉം 15-ഉം ഒക്കെ അതിനു മുമ്പ് തന്നെ മെച്യൂരിറ്റി തെളിയിക്കുന്ന പെൺകുട്ടികളുണ്ട്, ഋതുമതികളാകുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ 10 വയസ്സിലും 11 വയസ്സിലും ഒക്കെ പെൺകുട്ടികൾ പ്രായമാകുന്നുണ്ടല്ലോ, പ്രായപൂർത്തിയാകുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. സെക്സ് ചെയ്യാൻ ശരീരം പാകമാണ് എന്ന് കാണിക്കുന്നതിന്റെ അടയാളമാണ് മെൻസസ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒതുക്കി തന്നെയാണ് ഈ രാജ്യം ഈ രൂപത്തിൽ ഇന്ന് പുരോഗമിച്ചെത്തി നിൽക്കുന്നത്. ഇന്ന് 21 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നതും മാരേജ് പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നതുമൊക്കെ ഇത്തരക്കാരെ അടിച്ചമർത്തിയും ഒതുക്കിയും തന്നെയാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹപ്രായം ഒരുപോലെ വർദ്ധിക്കുന്ന സാഹചര്യത്തിലെല്ലാം സ്ത്രീകളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ആശങ്കയുണ്ടല്ലോ, അത് സമൂഹം ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ന് നിയമപരമായി സ്ത്രീകൾക്ക് വിവാഹം ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സാണ്. പെൺകുട്ടികളുടെ പ്രായപൂർത്തിയുടെ പ്രായമല്ല, വിവാഹത്തിന്റെ പ്രായമാണ്. ഇപ്പോഴും പ്രായപൂർത്തിയേതാ 18 വയസ്സ് തന്നെയാണ്. 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടോ, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം 18 വയസ്സായാൽ ഒരു പെണ്ണിനും ചെയ്യാം. വിവാഹപ്രായത്തിനു മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത്. അപ്പോ വിവാഹം സെക്സിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഇതൊന്നുമല്ല, സെക്സ് ആണ് ഇവരുടെ പ്രശ്നം. പെണ്ണ് വിവാഹം ഒരു 18 വയസ്സിൽ കഴിക്കാതെ അവള് പഠിച്ച് അവള് ഒരു ജോലി നേടി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുത്തു പോയാൽ ഇവരുടെ കൈത്തരിപ്പ് തീർക്കാൻ വേറൊരാളെ കിട്ടണ്ടേ?
അതിനിവരെന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമല്ലേ? ഇവർക്ക് പെണ്ണിന്റെ വിവാഹപ്രായം കൂട്ടരുത്. കൂട്ടിയാല് പെണ്ണ് ജോലി നേടും, പെണ്ണ് പഠിക്കും, പെണ്ണ് വിദ്യാസമ്പന്നയാകും. അവളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവൾ ചോദ്യം ചെയ്യും. അവൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ അവൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അവളെ അടിച്ചമർത്താൻ പറ്റില്ല. അവളെ അടിച്ചമർത്താൻ പറ്റില്ല, ഒതുക്കാൻ പറ്റില്ല, നിയന്ത്രിച്ച് പേറിയന്ത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ ഞങ്ങളൊന്ന് അവിടെ പോയിക്കോട്ടെ, ഇവിടെ പോയിക്കോട്ടെ, മറ്റിടത്ത് പോയിക്കോട്ടെ, വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഇവരുടെ പെർമിഷന് വേണ്ടി കാത്തു നിന്നിട്ടൊരു കാര്യം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകില്ല. കാരണം യോജിച്ച് പോകാമെങ്കിൽ യോജിച്ച് പോകാം, അല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന പോലെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പെൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്ന വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ എത്രത്തോളം പ്രായം കൂട്ടാൻ നമുക്ക് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും. വിവരം വെക്കും, പേഴ്സണാലിറ്റി വെക്കും, ഇൻഡിവിജ്വാലിറ്റി വെക്കും. അപ്പോ അതുകൊണ്ട് പ്രായം കൂട്ടി കുറെ പേർക്ക് ഇഷ്ടാവുന്നുണ്ടാവില്ല. പെൺകുട്ടികളെ സംബന്ധിച്ച് നല്ലതാ 21 മിനിമം ആക്കണം. കാരണം 21 വയസ്സാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കോഴ്സ് പൂർത്തീകരിക്കാനും ഒരു ജോലി നേടിയെടുക്കാനും ഒരു വിവാഹത്തിലേക്ക് അടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഞങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുമെന്നാണ് മുസ്ലിം പെൺകുട്ടികൾ പറയുന്നത്. പക്ഷേ ഇവിടെ ചില ആളുകൾക്ക് പെൺകുട്ടികളെ പെട്ടെന്നൊന്ന് കെട്ടിച്ചു വിടാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് വല്ലാത്ത വേദനയാണ്. പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് അവർക്ക്, അതായത് 18 വയസ്സിൽ കെട്ടിച്ചുകൊണ്ട് 19 വയസ്സിൽ അമ്മയാവേണ്ട സ്ഥിതിയാണ് ഇപ്പോ നിലവില്. എല്ലാം കണ്ടി എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്നാണ് ഒരു താല്പര്യ കാലമാവേണ്ട സ്ഥിതി. 21 വയസ്സാക്കിയതിനെ പറ്റി കൊച്ചിയിലെ പെൺകുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? പരിശോധിക്കുക. നല്ല കാര്യമാണ്, ഒരു ജോലിയൊക്കെ കിട്ടി സെറ്റായിട്ട് കല്യാണം കഴിക്കണം, നല്ലത്. അതെ, ഈ ചെറിയ പ്രായത്തിലെ പിടിച്ചു കെട്ടിക്കുന്നത് പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നം മീൻസ് ഒരു ജോലി ഇല്ലാത്തത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അപ്പൊ ജോലി ചെയ്തിട്ട് 21 വയസ്സായി ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് കെട്ടണം നല്ലത്. 21 വയസ്സായെന്ന് പറഞ്ഞാൽ കേട്ടോന്നല്ല, ഒരു ജോലി സെറ്റായിട്ട് കിട്ടണം നല്ലത്. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്? എന്റെ കഴിഞ്ഞത് 18, 19, 20 ആ ടൈമിൽ ഇല്ലായിരുന്നു. പിന്നെ വീട്ടില് എനിക്ക് അനിയത്തേക്ക് ഉണ്ട്, അങ്ങനെ ഒരു ഇത്. പിന്നെ എന്റെ ഹസ്ബൻഡിന് പഠിക്കണതിനും ജോലി ചെയ്യണതിനും കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എല്ലായിടത്തും അങ്ങനെ ആണോ? ഇല്ല, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സ്വന്തമായിട്ട് ജോലി നേടണം എല്ലാവരും. അതെ, എന്താണ് സെയിം അഭിപ്രായം. ഇതൊക്കെ തന്നെയുള്ളൂ. പഠിച്ചത് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. എല്ലാം തന്നെ ഇപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും പഠിക്കാനുള്ള സമയം കിട്ടാതൊക്കെ വരും. പകുതിക്ക് ചിലപ്പോൾ നിന്ന് പോകാൻ പഠിത്തം. ചെറിയ പ്രായത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം. നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിച്ചിട്ട് അതിനെ നമ്മൾ വേറെ ഒരു പുരുഷന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ചോദിക്കുന്ന സ്വർണം കൊടുക്കണം, പണം കൊടുക്കണം, സ്ഥലം കൊടുക്കണം, ആസ്തി കൊടുക്കണം. നമ്മുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ഈ പെൺകുട്ടി പഠിക്കാൻ പോണോ, ഒരു ജോലിക്ക് പോകട്ടെ, ഇവരുടെയൊക്കെ കാല് പിടിച്ച് സമ്മതം ചോദിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് പെൺകുട്ടികളെ നമ്മുടെ നാടിന്റെ ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നെത്തിക്കുന്നത്. മറിച്ച് അവർക്കൊരു ജോലി ഉണ്ടെങ്കിലോ അവർക്ക് ആ പോകുന്ന വീട്ടിലും മാനമുണ്ടാകും, അവർക്കൊരു വ്യക്തിത്വം ഉണ്ടാകും, ഒരു അഭിപ്രായം ഉണ്ടാകും, സ്വാതന്ത്ര്യമുണ്ടാകും, നിലപാടുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അടിമ ജീവിതം നയിക്കേണ്ടി വരും. ചിലർക്ക് പഠിക്കണമെന്നുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലെ കാര്യവും എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ടാൻ പറ്റില്ല. നല്ലതാണ്. കാരണം പഠിത്തം തീരും, ഒന്നാമത്തെ കാര്യം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ജോലിക്കായിട്ട് ശ്രമിക്കാം. പിന്നെ അതായത് 18 വയസ്സിൽ കെട്ടിച്ചുകൊണ്ട് 19 വയസ്സിൽ അമ്മയാവേണ്ട സ്ഥിതിയാണ് ഇപ്പോ നിലവില്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി. ഇറാഖിലെ പെൺകുട്ടികളോട് ഇങ്ങനെ സ്വതന്ത്രമായ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്താൽ അവരും ഇതുപോലെ തന്നെ പറയും. 9 വയസ്സിൽ കെട്ടിയിട്ട് 10ാമത്തെ വയസ്സിൽ ഉമ്മമാരാകേണ്ടുന്ന ഗതികേടിലേക്കാണ് ഞങ്ങളെ ഈ മത നിയമം കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നവര് പറയും. കിട്ടുമല്ല 21 എന്ന് പറഞ്ഞാൽ അതും പ്രായമല്ല. നമുക്ക്
മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അതിനൊക്കെ ഒരു ഇത് താല്പര്യം വരണം, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റേബിൾ ആണല്ലോ. അതാവാതെ കല്യാണം കഴിഞ്ഞതുകൊണ്ടായില്ല. ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സ്ത്രീധനത്തെ ചൊല്ലിയും. അപ്പൊ 21 ആക്കിയത് എന്തുകൊണ്ട് നല്ലതാണ്. അതെ അതെ. അവരോട് അത് മാതാപിതാക്കളുടെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. അപ്പൊ അവർ ചിലപ്പോൾ ആ സൈഡ് നോക്കിയിട്ടായിരിക്കാം ഇപ്പോഴത്തെ ചെലവുകളും മറ്റും കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം പറയുന്നത്. അവരുടെ ഭാഗത്ത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയുണ്ട്. മറിച്ച് എന്താ 18 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കണം, അത് അതിനോട് യോജിക്കുന്നില്ല. മാതാപിതാക്കൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇതായിട്ട് തോന്നാം. അതായത് അവരുടെ ഈ ചെലവുകളും കാര്യങ്ങളും, ഒരു മകള് വളർന്നു വരുന്നതുകൊണ്ട് അവരുടെ ആ ഒരു കഷ്ടപ്പാടും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് 20. എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം? ജോലി കിട്ടിയ എനിക്ക് ഒരു താല്പര്യം, ഇപ്പൊ നിലവിലെ താല്പര്യമൊന്നുമില്ല വിവാഹം കഴിക്കണമെന്ന്. അതിനായിട്ടൊരു താല്പര്യം എന്ന് തോന്നുന്നു അന്ന്. പക്ഷെ വീട്ടില് അങ്ങനെയല്ല, പ്രഷർ ഉണ്ട്. പിന്നെ ഇപ്പൊ 21 ആക്കി എന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷനും ഉണ്ടായി, 21 ആക്കിയല്ലോ. കാരണം ഞാൻ ഫാത്തിമ പറഞ്ഞത് നിങ്ങൾ കണ്ടോ? എൻ്റെ ഫാമിലിയിൽ 23 വയസ്സ് കഴിഞ്ഞാണ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും 22, 23 വയസ്സിലാണ് വ്യത്യാസം ഉണ്ട്. ആ സമയത്താണ് ഞങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് എന്നെ, എൻ്റെ സിസ്റ്റർ, എൻ്റെ മൂത്ത സിസ്റ്ററൊക്കെ ആ കാലഘട്ടത്തിൽ പോലും. അത് വാപ്ചിയുടെ പവറാണ്. അപ്പോൾ റോഡ് റിഫ് വന്നിട്ട് പോടി ഫാത്തിമ എങ്ങനെയുണ്ട്? നമ്മുടെ മതനിയമം എന്തു പറയുന്നു അതിനെതിരെ ജാമിദ പറഞ്ഞാലും ഫാത്തിമ പറഞ്ഞാലും ഇത്തരം അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഫാത്തിമ ആയതുകൊണ്ട് പോടി എന്ന് പറഞ്ഞ് നിർത്തി. ഞാനാണെങ്കിൽ ഇതിലും നിൽക്കത്തില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായോ ഫാത്തിമത്തെ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്? ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് PG കൂടി ചെയ്യണം, അത് കഴിഞ്ഞ ജോലിയും കൂടെ കാര്യം ഇട്ട് കഴിഞ്ഞാൽ സമ്മതിക്കുന്ന അനുസരിച്ചിരിക്കും. എനിക്കൊന്ന് എപ്പോഴും പറയുന്നത് വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് കുറയുമെന്നാ പറയുന്നത്. അതിനെപ്പറ്റി എന്താ? അതെ, അത് ഒന്നാമത് നമ്മളിപ്പോ കാസ്റ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കാസ്റ്റ് ഒരു 18 കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 19 20 കടന്നു കഴിഞ്ഞാൽ പിന്നീട് അതേസമയം ആണുങ്ങൾക്ക് എത്ര വയസ്സ് വേണമെങ്കിലും ആകാം, 26 ആകാം, 27 ആകാം, 28 ആകാം. പക്ഷെ കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് 18, 19 മുസ്ലിം സമുദായം വെച്ച് ഞാൻ പറയും അങ്ങനെ നടത്തി വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വട്ടം ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നിക്കാഹുകൾ ഒരുപാട് കൂടിയിരുന്നു മുസ്ലിം കാറ്റഗറിയിൽ. നിക്കാഹ് കഴിച്ചിട്ട് പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ കല്യാണം. അങ്ങനെ ജല ഒരു മുസ്ലിം പെൺകുട്ടിയാണ് പറയുന്നത്. ഇസ്ലാമിലെ വിവാഹപ്രായത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ എന്തിനാ ഇസ്ലാമിന്റെ പേരിൽ കെട്ടി ചമയ്ക്കുന്നത്? ലിംഗം മാറ്റി വെച്ച് ചെവി കൊണ്ട് കേക്കടാ, എന്നിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ. ആ പറയുന്ന വസ്തുത തന്നെയല്ലേ നീ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത്? എടാ, മുസ്ലിങ്ങളുടെ വിവാഹപ്രായം മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോഴും അതുണ്ട്. ഇപ്പൊ 21 ആക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഇപ്പൊ 18, 19 വയസ്സുള്ള കുട്ടികളുടെ നിക്കാഹ് കഴിപ്പിച്ചിരുക. അതെന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ കുട്ടി എന്താ പറയാ വലുതായാലൊക്കെ ചാപ്പിച്ച് തന്നെയാണ്. 21 വയസ്സായാലും ധൃതിക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആ കമ്പോളത്തിന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ആശ്വാസമായിരിക്കും പെൺകുട്ടികൾ. ഇത് സത്യമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് 22 ആക്കി അത്രയും സന്തോഷം. മോനെ 21 വയസ്സാകുമ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു പ്രായമൊക്കെ ആകത്തില്ലേ, പക്വതയൊക്കെ ആകും. പിന്നെ മറ്റേ 18 വയസ്സിൽ ഞങ്ങൾക്ക് ഒന്നും അറിയാനൊന്നും പാടില്ലല്ലോ, അതല്ലേ നല്ലത്. അയ്യോ, എന്റെ ഒരു 25, 26 ഒക്കെ ആയിരുന്നു. എനിക്ക് മകളില്ല, പക്ഷെ മകളുണ്ടെങ്കിൽ ഞാനൊരു അവള് പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ടൊക്കെ പോരാ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് മുമ്പോട്ട് പോകും തോന്നും ഇപ്പോഴത്തെ കാലത്തെ ഇത് വെച്ച് നോക്കും. അപ്പോൾ ഒരു 25, 24 ആകുമ്പോഴത്തേനും നമുക്ക് വിടാം, അതല്ലേ നല്ലത്. അങ്ങനെ വെച്ചാൽ നല്ലതാണെന്നുകൊണ്ട് അതിന്റെ ഒരു തീരുമാനമൊക്കെ അതിന്റെ ഒരു കോയിൻ പോലെ 2 വർഷം ഉണ്ടല്ലോ. 18 വയസ്സിൽ വിവാഹം കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് 21 വയസ്സാണ്. കാരണം അതിപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 18 വയസ്സിൽ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതൊന്നുകൂടി വരുന്നു 21 വയസ്സാകുമ്പോഴേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നാക്കണം. വിവാഹപ്രായം തന്നെയല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അതങ്ങനെ തന്നെയല്ലേ. പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾ, ജോലി നേടണം, അങ്ങനെയൊന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതിനൊന്നും തടസ്സം നിൽക്കുന്നല്ല പറയണേ എല്ലാ കാര്യം. എനിക്ക് 21. എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ജോലി നേടണമെന്നോ അങ്ങനെയൊന്നും? അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു നേടാതെ തടസ്സം അല്ലെങ്കിൽ പിന്നെ അതൊരു വിഷയമല്ലല്ലോ. ആഗ്രഹങ്ങൾ നേടാൻ തടസ്സമല്ലെങ്കിൽ നമുക്കൊരു വിഷയമല്ല. പങ്കാളി നമുക്ക് ഒപ്പം നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ല. മൊത്തത്തിൽ എന്താണ് ഈ വിധിയോട് പറയാനുള്ളത്, ഈ ഒരു തീരുമാനത്തിൽ? എന്റെ വിവാഹം കഴിഞ്ഞതാണ്, എന്നിട്ട് ഞാനിവിടെ പഠിക്കാൻ വരുന്നുണ്ട്. എന്റെ കഴിഞ്ഞ 20 വയസ്സ് ഞാൻ തുടർന്ന് പഠിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. എന്റെ വീട്ടുകാർ എന്തെങ്കിലും എതിർപ്പോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, എതിർപ്പൊന്നുമില്ല. സന്തുഷ്ടപ്രകാരം തന്നെയാണ്. സന്തുഷ്ടപ്രകാരം തന്നെയാണ്.
എനിക്ക് 21 ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലസ്ഥിതി അനുസരിച്ച് 18 കെട്ടിക്കുന്നത് നല്ലതാണ്. പഠിക്കാൻ ആഗ്രഹം ചിലർ കെട്ടിച്ചു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കും. കെട്ടിച്ചു വിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ പറയുക, അതിലോട്ട് കവിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഓരോരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ 18 വയസ്സിൽ തന്നെ കെട്ടിച്ചു വിടുന്നുള്ള അഭിപ്രായമാണ് എന്റെ അഭിപ്രായം. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ 20-21 പെൺപിള്ളേരൊക്കെ വഴിവെച്ച് വേറെ ഏതെങ്കിലും പഠിക്കാൻ തിരിഞ്ഞു പോകും. അപ്പൊ നേരത്തെ തന്നെ അതിന്റെ കാരണവന്മാരെ അതിന്റെ രീതിയിൽ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 18 വയസ്സ് ശരിക്കുള്ള പ്രായമാണത്. ശരിക്കും ആ പ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിടണം. വിദ്യാഭ്യാസം അതൊന്നും നോക്കണ്ട. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരെ അത് തുടർന്ന് ചെയ്യുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. എങ്കിലും വാപ്പാടെ മകളെ ഇപ്പം 18 വയസ്സ് വിവാഹം കഴിച്ച് അയപ്പിക്കുന്നു. അപ്പൊ ഈ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള. എന്റെ മകളെ 18 വയസ്സിലാണ് കെട്ടിച്ചത്. രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഡിഗ്രി കഴിയാനാണ് ഒരാളുടെ ഇപ്പൊ +2-ലാണ്. 2 ആൺകുട്ടികളാണ് മകൾക്ക്. മകനാണെങ്കിൽ 2 പെൺകുട്ടികളാണ്. ഒരാളാണ് ഇത് രണ്ടുമാണ്. മോൾക്ക് എത്ര വയസ്സുണ്ട്? 12. എത്രാമത്തെ വയസ്സ് വിവാഹം കഴിക്കണമെന്നാ മോൾക്കാണ്? 21. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പഠിക്കണ കൂടുതൽ നല്ലത്. പിന്നെ വിദ്യാഭ്യാസം കൂടുതലുള്ളതാണ് ഏറ്റവും നല്ലത്. 21 വയസ്സാണ്. മക്കള് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വിവാഹം കഴിക്കാം. അതല്ലേ ഏറ്റവും നല്ല. ഉമ്മ പറഞ്ഞ 21 വയസ്സ്. വാപ്പ പറഞ്ഞ ഒരു ആശങ്ക കൊണ്ടാണ്. കാരണം 18ാമത്തെ വയസ്സിൽ അയപ്പിച്ചില്ലെങ്കിൽ പെൺകുട്ടികൾ വഴി തെറ്റി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വാപ്പ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എങ്കിലും 21 വയസ്സാണ് ഏറ്റവും നല്ലത്. എനിക്കിഷ്ടമാണ്. ഇന്ന് ഇത് അനുഭവിക്കുന്നതാരാ? മുസ്ലിം പെൺകുട്ടികളാ. അവര് തന്നെ പറയുന്നു, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് പേറ് യന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ വേണ്ടിയുള്ള ഒരു ജോലിക്കൊക്കെ ഈ 18 വയസ്സിലെ വിവാഹം തടസ്സമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണം, അത് തന്നെയാണ് വേണ്ടത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ടാണ് ഈ വ്യത്യസ്തമായ നിലകളിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. റിസ്വാൻ വന്നിട്ട് പറയാണ്, നിന്റെ അപ്പനെ അനുഭിക്കുന്നുണ്ടെന്നോ? അനുഭിക്കുന്നിടാ എന്താടാ? അനുഭിക്കുന്നിട് ഏത് ഭാഷകന്മാർക്ക് അറിയുന്നത്? മര്യാദയ്ക്ക് എഴുതാൻ അക്ഷരത്തെറ്റില്ലാതെ. മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വന്നിട്ട് കമന്റിൽ തള്ളി മറിക്കടാ. കണ്ടോ? ഫെബീന ജാസ്മിൻ, പറ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറ. പഠിക്കാൻ പോകണ്ട, പെണ്ണു വലിയ സ്ഥാനത്ത് വന്നാൽ നാട് മുടിയുമെന്ന് ഒരാളെന്നോട് പറഞ്ഞു. ഒരാളല്ല മോളെ, പ്രവാചകൻ പഠിപ്പിച്ചതാണത്. പെണ്ണ് ഏതെങ്കിലും നേതൃസ്ഥാനത്ത് വന്നാൽ ആ സമൂഹം മുടിയുമെന്ന് പ്രവാചകൻ പറഞ്ഞതാ. അതനുസരിച്ചിട്ടാണ് ഇവര് പെണ്ണിനെ പഠിപ്പിക്കണ്ട. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, പെണ്ണിനെ പഠിപ്പിക്കരുത് അക്ഷരം. അല്ലിമൂഹുന്നൽ ഖയാത്തുത, അവരെ തുന്നൽ പഠിപ്പിച്ചോ. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ, വാർക്ക വീടുകളിൽ അവരെ താമസിപ്പിക്കേണ്ട. പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയ സന്ദേശം കാരണമാണ് ഇന്നൊരു സമുദായം മുഴുവനും പെരുവഴിയിൽ നിൽക്കുന്നത്. എന്ത് നന്മയാ പഠിപ്പിച്ചിട്ട് പോയി? മരിക്കാനായപ്പോഴും റബിനുപദീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും അടിച്ച് പുറത്താക്കണേടാ. ഇതാണ് ഇവരാകെ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.